ഹായ് ഹലോ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് മഴയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ പൊങ്ങിയ വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം ജില്ലയിലേക്ക്. ആ ദിവസം നമ്മൾ എറണാകുളം വരെ പോയിട്ട് തിരിച്ച് വരികയാണ്. തിരികെ വരുന്നത് ഞങ്ങൾ NH-66 അതായത് ഇപ്പോൾ എറണാകുളത്തു നിന്ന് ഞങ്ങൾ ആലപ്പുഴ വഴി കായംകുളത്തോട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് അടൂരോട്ടാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങ് തിരുവല്ല കോട്ടയം ഭാഗത്തൊക്കെ വെള്ളം കയറി വരികയാണ്. അപ്പോൾ ആലപ്പുഴ ഭാഗത്തോട്ട് അങ്ങ് റാന്നിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നതെന്നൊക്കെ വാർത്തകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരുവല്ല വഴി പോകാഞ്ഞത്. അവിടെ വലിയ വെള്ളക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വരുന്ന വഴിയിൽ ചെറിയ യാത്രയാണ് ഇന്നത്തെ വീഡിയോ. നൈറ്റ് ഡ്രൈവ്. രാവിലെ അവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങി? ഞങ്ങളങ്ങനെ അരൂരൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. റോട്ടിലൊക്കെ നല്ല പണികളൊക്കെ നടക്കുന്നുണ്ട്. രാത്രിയിലില്ല എങ്കിലും NH-66 അപ്ഗ്രേഡിലാണല്ലോ, 4 വരി പാതയാക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ റോഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയെ കഴിഞ്ഞ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ അടുത്തെത്താറായി. അപ്പോഴത്തേക്കിനൊരു വാഹനങ്ങളുടെ നീണ്ട നേരെ അവിടെ കാണാൻ തുടങ്ങി. ഈ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് വെച്ചാൽ ഈ റാന്നിയിൽ നിന്നും ഒക്കെ വരുന്ന വെള്ളം കുട്ടനാട് വന്നിട്ട് കുട്ടനാട് നിന്ന് കടലിലോട്ട് വീഴുന്ന ഒരു വഴിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അതുവഴിയൊക്കെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളതായിരിക്കും. പമ്പ, മണിമല, അച്ചൻകോവിൽ ആറിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന പ്രളയജലം കുട്ടനാടിനെ മുക്കാതെ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളയുന്ന ഒരു സംവിധാനമാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. തോട്ടപ്പള്ളി കായലിനെ ഉപ്പുവെള്ളമുള്ള കടലിൽ നിന്ന് വേർതിരിക്കുന്നതും ഈ പറയുന്ന സ്പിൽവേ ആണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ബ്ലോക്കിലേക്കാണ് കടന്നു വന്നത്. ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് മാറുമെന്ന്. പക്ഷേ ഈ ബ്ലോക്ക് ഞങ്ങളെ അവിടെ ഒരു 2 മണിക്കൂർ അങ്ങ് പിടിച്ചിട്ടു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ലൈനിൻ്റെ അപ്പുറത്തെ ലൈനിൽ കൂടെ എതിർവശത്തേക്ക് ചില സമയത്ത് വണ്ടി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ബ്ലോക്ക് കഴിയുമെന്ന്. ഏകദേശം 2:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. രാത്രിയാണ്, അതിരാവിലെയാണ്. 2:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചാൽ NH വഴി വന്നത്. തിരുവല്ലയിൽ വെള്ളക്കെട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടാൻ NH വഴി വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക്. ഞങ്ങൾ കുറച്ചു നേരം കിടന്നപ്പോൾ വിചാരിച്ച് പെട്ടെന്ന് മാറും. പക്ഷേ അരമണിക്കൂറായിട്ട് മാറുന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കി. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2:30 കഴിഞ്ഞ് അല്ലെങ്കിൽ 2:45 അടുത്തപ്പോൾ വന്ന ബ്ലോക്കിൽ പെട്ട ഞങ്ങൾ സമയം പതുക്കെ ഇപ്പോൾ 3:15 ആകാറായി. അതിരാവിലെ 3:15, 4-ാം തീയതിയാണ് ഇന്ന്, ഓഗസ്റ്റ് മാസം 2026. പതുക്കെ പുറത്തൊക്കെ ഇറങ്ങി നോക്കി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഈ റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം മേഖലയിൽ നിന്നുള്ള വെള്ളമൊക്കെ കടന്നു വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തടിയും അഴുക്കും അല്ലെങ്കിൽ മാലിന്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇത് ഈ പാലത്തിൻ്റെ അടിയിൽ തോട്ടപ്പള്ളി സ്പിൽവേ ഒന്ന് തടഞ്ഞിരിക്കുക. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക, ഒരു ക്രെയിനൊക്കെ ഉപയോഗിച്ച് പാലത്തിൽ നിന്ന് ക്ലീൻ ചെയ്യുക. ഇവിടെ ഒരു മഴയൊന്നുമില്ല, പക്ഷെ അത് ക്ലീൻ ചെയ്ത് കുട്ടനാടിലേക്ക് വരുന്ന വെള്ളത്തെ ഒഴുക്കി കടലിലേക്ക് കളയുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ബ്ലോക്ക്. അധികം വാഹനങ്ങളില്ലാത്ത സമയത്ത് അവർ നോക്കിയതാണ്. 3:30 അടുത്തപ്പോഴത്തേക്കിന് വണ്ടി പതുക്കെയൊക്കെ മുന്നോട്ട് ഉരുളാൻ തുടങ്ങി. നമുക്ക് ഏകദേശം ആശ്വാസമൊക്കെ ആയി. ആശ്വസിക്കാൻ വരട്ടെ. അങ്ങനെ മുന്നോട്ട് ചെയ്യുന്ന വണ്ടികൾ പിന്നെയും പതുക്കെ സ്ലോ ആയി. വീണ്ടും ബ്ലോക്ക് ആരംഭിച്ചു. അപ്പോഴത്തേക്കിന് എതിരെ വരുന്ന ലൈനിലെ വാഹനങ്ങൾ പോകേണ്ടടുത്ത് നമ്മുടെ അതേ ദിശയിൽ പോകുന്ന കുറേ വാഹനങ്ങൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അതൊന്നും പോകത്തില്ല, അവിടെ കിടക്കുക. കയറി പോകും.
തിരക്കാണെങ്കിലും ഒരു സൈഡിലൂടെ കുറച്ച് സ്ഥലമുള്ളതിനാൽ ഞങ്ങൾ പതുക്കെ ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ലൈനിലോട്ട് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുന്നിൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പലരും ഇങ്ങനെ സംശയിച്ച് നിൽക്കുക. മഴയൊന്നുമില്ല, മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നില്ല. അതായത് ആ സൈഡിൽ നിന്ന് നാലുമണി ആയപ്പോഴത്തേക്കിന് പതുക്കെ വീണ്ടും വണ്ടികളൊക്കെ മുന്നോട്ട് എടുത്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളും പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഈ റോഡ് അത്ര പരിചയമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുന്നോട്ട് പോകുന്ന പാതയാണെങ്കിൽ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഓപ്പോസിറ്റുള്ള ദിശയിലുള്ള വാഹനങ്ങൾ വരുന്ന വഴിയായിരിക്കും. അപ്പോൾ നമ്മുടെ റോഡ് പുതുക്കിപ്പണിയാണല്ലോ NH. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഈ NH പണിയുന്നതിനിടയ്ക്കുണ്ട് ഈ സൈഡിലുള്ള ഓവർ ബ്രിഡ്ജ് ഇങ്ങനെ കെട്ടിയതുകൊണ്ട്, അതായത് മണ്ണിട്ട് ഉയർത്തിയതുകൊണ്ട് പലയിടത്തും വിള്ളൽ വരികയും ഇടിഞ്ഞ് ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുട്ടിയും ഭാഗത്തൊക്കെ അങ്ങനെ വീഴുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പേടിച്ചൊക്കെ ഉണ്ട്, ഇതെങ്ങാനും മുന്നോട്ട് വീഴുമോന്ന്, മഴയൊക്കെ അല്ലേ. ഫ്രണ്ടിലുള്ള ഫോർഡ് എക്കോ സ്പോർട്ടുകാരൻ്റെ ലൈറ്റൊക്കെ നല്ല കിടില ലൈറ്റാണ്. പുള്ളി അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആ വണ്ടി എന്തൊക്കെ മോഡിഫൈ ചെയ്തിട്ടൊരു വണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഞ്ചിഞ്ചായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധമൊന്നുമല്ല, അതായത് ഞങ്ങൾക്ക് എതിർവശത്തേക്ക് വരുന്ന വാഹനങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന വാഹനങ്ങൾ, അവരും ഈ വഴിയാണ് ഇനി വരേണ്ടത്. ഇപ്പോൾ ഈ റോഡ് പണി ആയതുകൊണ്ട് അങ്ങനെ ഒരു നിയമമാണ് അവിടെ ഉള്ളത്. രാത്രിയല്ലേ, നമ്മൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എതിർവശത്തേക്ക് വരുന്ന വണ്ടികളും ഞങ്ങളുടെ ലൈനിൽ തന്നെയാണ് ഇനി വരുന്നത്. ഞങ്ങൾ അവിടെ കൊണ്ടാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തൊരു വണ്ടിയൊക്കെ പോകുന്നത് കയറും, ഇച്ചിരി കയറും, സ്ഥലമുണ്ട്. നേരെ കയറ്റി നിർത്തിയാലോ, ഇച്ചിരി മുമ്പോട്ട്. കുറേ വണ്ടിയുണ്ടോ? കുറേ വാഹനങ്ങൾ അനങ്ങല്ല. മൊത്തത്തിൽ പറ്റില്ല. അനക്കുന്നുണ്ട്. അങ്ങോട്ടും കേട്ടു. ഒന്നും ചെയ്യാല്ല, അവിടെ നിൽക്കുക. അങ്ങനെ എന്തായാലും മുമ്പിൽ കുറച്ച് വണ്ടികളൊക്കെ അനക്കിയതുകൊണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരിയായ ലൈനിലോട്ട് കയറാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പതുക്കെ ഞങ്ങൾ ശരിയായ ലൈനിലോട്ട് കയറിയതാണ്. ഇപ്പോൾ ഏത് ലൈനാണ് പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഏത് ലൈനിലാണ് നിൽക്കുന്നത്? ഇതാ ഒറിജിനൽ സാധനം. എല്ലാവരും ഇങ്ങോട്ടാണ് തിരിക്കുന്നത്. വണ്ടി ലോറി ഇങ്ങോട്ട് കയറ്റുക. ലെഫ്റ്റോ? അപ്പോൾ ഏകദേശം സമയം 4:30 ഞങ്ങൾ ബ്ലോക്കിലായിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. അപ്പോൾ പതുക്കെ നമുക്ക് കുറച്ച് KSRTC ബസ്സിലെ ഡ്രൈവർ സാറന്മാരൊക്കെ ശരിയായ ലൈനിൽ ഓടിക്കണമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ആരൊക്കെയോ ഡ്രൈവർമാരും ഒക്കെ നമ്മുടെ വാഹനത്തിനടുത്ത്, നമ്മുടെ മാത്രമല്ല എല്ലാവരോടും ലൈൻ കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അനുസരിക്കുന്നുണ്ടായിരുന്നേ. ഇല്ലില്ല, ഒരു മണിക്കൂർ മേളിൽ പോയി കഴിഞ്ഞാൽ എത്തത്തില്ല. അരമണിക്കൂറൊക്കെയാണ് ചവിട്ടി എടുക്കുക.
1 മണിക്കൂറിന് വെള്ളമൊന്നും പറ്റത്തില്ല. എവിടെ വെച്ചാൽ വെള്ളം കയറുന്നത് നമുക്ക്? ഈ സ്ഥലം ഉണ്ട്, കണ്ടത്. പതുക്കെ പതുക്കെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു പാലത്തെ കൂടെ ഒരു സൈഡിലുള്ള വാഹനം കയറ്റി വിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, ലോറി എന്ത് തെക്കോട്ട് കിടക്കുന്നു? ഈ ലൈനിലോട്ട് വരാൻ കിടക്കും. എൻ്റെ പോലെ അവിടെ ഇട്ടിട്ടാ വരുന്നത്. ഒരാൾ ചേട്ടാ എന്ത് പറ്റിയതാ? എന്താ എവിടെ എന്ത് സംഭവിച്ചേ? എവിടെ ചെള്ളം, എവിടെ വെള്ളം? അതുകൊണ്ട് വെള്ളമൊക്കെ നോർമലി കിടക്കാറുണ്ട്. ഹൈലക്സിന്റെ ക്ലച്ച് കുറച്ചുകൂടി ടൈറ്റാണ്, കുറച്ചുകൂടി ചവിട്ടാനുണ്ട് താഴോട്ട്. ഒന്ന് അടിച്ചു കിടക്കുന്നുണ്ടോ? ഇത്ര ഹൈറ്റിലോ? ഇത് ഇത്രയും പൊക്കമുണ്ടോ? മോനെ ഇച്ചിരി കൂടിയ. ഓ, ഇതാ പണി. പിഴച്ച സാധനം ഇവിടെ കൊണ്ടിട്ടേക്കുന്ന. ഇവൻ ഈ ചള്ള വാരു കേട്ടോ. ഇവൻ അത് ലോറി കെട്ടി ഷട്ടർ തുറക്കുമ്പോ ഇല്ലെങ്കിൽ വിഷയമാവും. അതിന് ഈ സാധനം വെള്ളത്തിൽ ഇറക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അത് കൊണ്ട് അവിടെ ഇറക്കിയാൽ പോലെ മുടിഞ്ഞ ആഴവാ. അല്ല മറ്റേ സാധനം പൊക്കി നിർത്തി അത് കൊണ്ടിറക്കിട്ടങ്ങ് ചെയ്താൽ മതി. അതിന് ഇത്രയും ആൾക്കാരെയും ബുദ്ധിമുട്ടിച്ച് ആംബുലൻസ് ഒക്കെ എങ്ങനെ പോകും? അയ്യോ, ഇത് പഴയ പാലോ, ഇത് കുലുങ്ങും. ഇത് ലോഡ് കയറുമ്പോ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇതുവഴിയാ പോകുന്നത്. ലോഡ് കയറുമ്പോൾ പാലം ഇങ്ങനെ കുലുങ്ങും. ഇനി അടുത്ത ഹരിപ്പാടാ. എന്റെ മോനെ എത്ര ദൂരമുണ്ട് ബ്ലോക്ക്. ബ്ലോക്ക് ആയി. അങ്ങനെ ബ്ലോക്കെല്ലാം ഇറങ്ങിയപ്പോഴത്തേക്കിന് 4:30 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് 1 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ടായിരുന്നു. 5:30 5:45 അടൂരെത്തി. 6 മണി അടുക്കാറായപ്പോഴത്തേക്കിന് ഞങ്ങളിങ്ങ് വീട്ടിലും എത്തി. ഓക്കെ, വീഡിയോ കഴിഞ്ഞു. നന്ദി, നമസ്കാരം, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.